7:30 പ്രേക്ഷകർക്ക് കാണാം. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. കണ്ണൂർ അഴീക്കോട് കടലിൽ കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരും. വലിയന്നൂർ, പട്ടാന്നൂർ സ്വദേശികളെയാണ് കാണാതായത്. കടലിൽ കുളിക്കുന്നതിനിടെയാണ് 2 പേർ ഒഴുകിപ്പോയത്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് അപകടം. കടൽ പ്രക്ഷുബ്ധമായതും മോശം കാലാവസ്ഥയും തെരച്ചിലിന് തടസ്സമാണ്. അതേസമയം തന്നെ സമാനമായ ഒരു അപകടം നടന്നത് എറണാകുളം വൈപ്പിൻ വളപ്പ് ബീച്ചിലാണ് കഴിഞ്ഞ ദിവസം. ഇവിടെ കാണാതായ യമൻ പൗരന്മാർക്കായി തെരച്ചിൽ ഇന്നും തുടരും. ജിബ്രാൻ ഖലീൽ, അബ്ദുൾ സലാം മവാദ് എന്നിവരാണ് ഇന്നലെ ഉച്ചയോടെ തെരയിൽപ്പെട്ടത്. കോയമ്പത്തൂർ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഈ തെരച്ചിൽ അതെങ്ങനെയാണ് നടക്കുന്നത്? ഈ പ്രതികൂലമായ കാലാവസ്ഥ അത് ഈ തെരച്ചിലിനെ ബാധിക്കുന്നുണ്ടോ? കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണോ? എന്താണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 9 അംഗ സംഘം ഈ ബീച്ചിലേക്ക് എത്തിയത്. ഇതിനിടയിലാണ് 2 പേർ തിരയിൽപ്പെട്ട് കാണാതാകുകയും ചെയ്തിരിക്കുന്നത്. ഇവർ യമൻ സ്വദേശികളാണ്. കോയമ്പത്തൂരിലെ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണ് 2 പേർ, ജിബ്രാൻ ഖലീലും അബ്ദുൾ സലാമും. ഇവർ 2 പേരുമാണ് തിരയിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യം കോസ്റ്റ് പോലീസ് അറിയിക്കുകയായിരുന്നു. പോലീസും ഫിഷറീസ് ബോട്ടും ഞാറയ്ക്കൽ പോലീസും അഗ്നിരക്ഷാ സമിതിയും ഒക്കെ സംയുക്തമായ ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊപ്പമുണ്ടായിരുന്ന ബാക്കിയുള്ളവരെ ഇപ്പോൾ അടുത്തുള്ള ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കാണാതായ ഒരാൾ ജിബ്രാൻ ഈ കോഴ്സ് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുമ്പോഴായിരുന്നു ഈ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി എറണാകുളത്ത് എത്തുകയും വൈപ്പിൻ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങുകയും ചെയ്തത്. അങ്ങനെ ഒരു വിനോദയാത്രയ്ക്കായി വന്നതാണ്. അതിനിടയിലാണ് 2 പേരെ കാണാതായത്. മറ്റൊരു വ്യക്തി 2ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ്. ഇത് പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ വ്യക്തമാക്കുന്നത്. ഇത് കടലിൽ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു കടൽ പ്രക്ഷുബ്ധമാണ്, ഈ നല്ല കാറ്റുണ്ട്, ഒഴുക്കിൽപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുമൊക്കെ മുന്നറിയിപ്പ് നൽകി. പക്ഷെ ഇത് അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ചിലപ്പോൾ ഭാഷ അറിയാത്തത് കൊണ്ടായിരിക്കും ഇവർ അത് കണക്കാക്കാതെ വീണ്ടും കടലിലേക്ക് ഇറങ്ങി തിരയിൽപ്പെട്ട് ഒഴുകിപ്പോയതെന്നാണ് നാട്ടുകാരും ഇത് കണ്ടുനിന്ന മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്നത്. എന്തായാലും ഇന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. യമൻ സ്വദേശികളാണ് കാണാതായ 2 പേരും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ എറണാകുളം വൈപ്പിൻ ബീച്ചിൽ കാണാതായ യമൻ പൗരന്മാർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത എറണാകുളത്ത് നിന്ന് വരുന്നത്